തീരദേശ മണ്ണിൽ തണ്ണിമത്തൻ കൃഷിയിൽ വിജയഗാഥ തീർത്ത യുവകൂട്ടായ്മ. മതിലകം പുതിയകാവിൽ മണ്ണിലിറങ്ങിയ മൂവർ സംഘം തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി കൊയ്തു. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന മതിലകം സ്വദേശികളായ മുഹമ്മദ് നബ്ജാൻ, മാസിൻ പി സുനിൽ, തമീസ് സഹൽ എന്നിവരാണ് ആദ്യമായി നടത്തിയ തണ്ണിമത്തൻ കൃഷിയിൽ മികച്ച വിളവ് നേടിയത്. 2 മാസം മുമ്പാണ് ഇവർ കൃഷിയിലേക്കിറങ്ങിയത്. നബ്ജാന്റെ വീടിനോട് ചേർന്ന് ബന്ധുവിന്റെ 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. കാടുപിടിച്ച് കിടന്നിരുന്ന സ്ഥലം വെട്ടി വൃത്തിയാക്കിയാണ് കൃഷി ആരംഭിച്ചത്. 2000 തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. വളമായി ഗോമൂത്രവും ജൈവ സ്ലറിയുമാണ് നൽകിയത്. മതിലകം കൃഷിഭവന്റെ മേൽനോട്ടത്തിലായിരുന്നു കൃഷി. 60 ദിവസം പിന്നിട്ടപ്പോൾ മികച്ച വിളവാണ് ലഭിച്ചത്. കിരൺ, യെല്ലോ മഞ്ച്, ഓറഞ്ച് മഞ്ച് എന്നീ 3 വെറൈറ്റി തണ്ണിമത്തനാണ് സ്ഥലത്ത് വിളഞ്ഞു നിൽക്കുന്നത്. കൃഷി തുടരാനാണ് മൂവരുടെയും തീരുമാനം. രാവിലെ നടന്ന ചടങ്ങിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി. നമ്മുടെ മതിലകം പഞ്ചായത്തിലെ ശരിക്കും ഒരു അഭിമാനം തന്നെയാണ് ഇവർ 3 പേരും. ഇവർ പല ബിസിനസ്സുകളുമായി നടക്കുന്നതിനിടയ്ക്കാണ് ഇങ്ങനെയൊരു ഒരു ആവേശത്തിൽ തുടങ്ങിയ ഒരു കൃഷി നമുക്ക് നമ്മളുടെ പഞ്ചായത്തിലെ യുവ കർഷകരുടെ നിരയിലേക്ക് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും എല്ലാവിധ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള നമ്മുടെ കൃഷി വകുപ്പ് ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ഇവരുടെ പ്രവർത്തനം വിജയിക്കട്ടെ എന്നും മാത്രമല്ല സമയബന്ധിതമായി ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഇവർക്ക് കൃഷി വിളവെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ തണ്ണിമത്തൻ വിളവെടുപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊള്ളു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PP പ്രസീദ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന റഷീദ്, പഞ്ചായത്ത് അംഗങ്ങളായ RM ജലീൽ, ജോസ് മഞ്ഞളി, കൃഷി ഓഫീസർ ഡോക്ടർ PC സജ്ജന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ NV നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഞങ്ങളൊരു 3 പേരും വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും അതേപോലെ തന്നെ ബിസിനസ് പരമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ ഒരു ദിവസം ഒരു വൈകുന്നേര ചർച്ചയിൽ നമ്മുടെ സുഹൃത്ത് സമീസാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞത്, നമുക്ക് ഇങ്ങനെയൊരു സംരംഭം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഏരിയ ഉണ്ടായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തമീസ് നമ്മളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ അതിന് മുന്നിട്ട് ഇറങ്ങുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മളൊരു മാർച്ച് 6-ാം തീയതി തുടങ്ങി. അതായത് മാർച്ച് 6-ാം തീയതിയാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, നമുക്ക് തൈ വെക്കാൻ പറ്റിയത്. അതിനുശേഷം ഒരു 60 ദിവസത്തെ വിളവെടുപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1500 തൈ ഇത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന തൈകളാണ്. ഇത് വില്ലേജ് അഗ്രോ എന്ന് പറയുന്നത്, അതായത് തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾക്ക് ഈ സംഭവം വന്നത്. നമ്മൾ പാപ്പിനോട്ടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട അവരുടെ സ്ഥാപനത്തിൽ നിന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ അവരാദ്യം നമുക്കൊരു 200 തരികയും അതേ ബാച്ചിലുള്ള അതായത് നെക്സ്റ്റ് ബാച്ചിൽ വന്ന ഒരു 1000 പിന്നീട് തരികയാണ് ചെയ്തത് അവർ. അപ്പോൾ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടായിരുന്നു അവർ. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഈ വെറൈറ്റികളൊക്കെ മേടിച്ചിരിക്കുന്നത് ചാഴൂരിൽ നിന്നാണ്. ചാഴൂർ നമ്മൾ തൃപ്രയാർ ഞങ്ങൾ തൃശ്ശൂർക്ക് പോകണമെങ്കിൽ ചാഴൂർ സ്ഥാപനത്തിൽ നിന്നാണ് നമ്മൾ ഈ വെറൈറ്റികളൊക്കെ മേടിച്ചത്. പക്ഷേ രണ്ടിനും നമുക്ക് തൈകൾക്ക് ഒരു വീക്ക്നെസ് അല്ലാതെ വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിനും ഗ്രോത്ത് ഏകദേശം ഉണ്ട്. നമുക്ക് രണ്ടും കായ്ഫലങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇതൊരു വളം ആയിട്ട് നമ്മൊന്നും ചെയ്തിട്ടില്ല. ഇതിന് നമ്മൾ ആകെ ഇതിന് ചെയ്തിരിക്കുന്ന വളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് മുമ്പ് ചെയ്തപ്പോൾ ഇതിങ്ങനെ കാട് പിടിച്ചിരിക്കുന്ന പറമ്പായിരുന്നു. അപ്പോൾ ആ കാടിലുള്ള ചപ്പ് ചവറുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ വെട്ടി ഒതുക്കിയൊരു രേഖയിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് വെട്ടിക്കൂട്ടുക ചെയ്തത്. അതിനുശേഷം നമ്മൾ പച്ചച്ചാണം കൊണ്ടിട്ടു. അതിൻ്റെ മുകളിൽ റോക്ക് ഫോസ്ഫേറ്റ് സംഭവം ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, കുമ്മായം അതിൻ്റെ മുകളിൽ നമ്മൾ പച്ചച്ചാണം കലക്കി ഒഴിക്കുക, അങ്ങനത്തെ പരിപാടി ജൈവിക രീതിയിലാണ് നമ്മൾ കൂടുതലും ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇല്ല, ഇതിലിപ്പോൾ ലാഭവും നഷ്ടമല്ല. നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് കൃത്യമായ ഔട്ട്പുട്ട് കിട്ടിയാൽ മതി. ഇപ്പം അത് മുൻപോട്ട് പോകുമ്പോഴും റിസൾട്ട് ഉണ്ട് നമുക്ക് എന്തായാലും. അപ്പോൾ പിന്നെ നമ്മൾ ഇതുകൊണ്ട് മുൻപോട്ട് പോകണം. നമുക്ക് മറ്റു കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടെ കൂട്ടി